ഹലോ ഗീസ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കൂടി ഗീസ് വേറെ ഒന്നുമില്ല ഗീസ് BR റാങ്ക് ഗെയിം പ്ലേ ആണ് ഗീസ്. അപ്പോൾ സ്കോഡ് നമ്മൾ കളിച്ചപ്പം ഒരു ഹൈലൈറ്റ് കിട്ടിയപ്പോൾ നമ്മളതങ്ങ് കണ്ടന്റ് ആക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്നാലും നിങ്ങൾ ഇത് അവസാനം വരെ കാണുന്നു പ്രതീക്ഷിക്കുന്നു ഗീസ്. നമ്മൾ നേരെ ക്യാപ്റ്റൗണിലാണ് വന്ന് പറഞ്ഞിറങ്ങണം. ഞാൻ എന്നാലും ഇന്നത്തെ വീഡിയോയ്ക്ക് ഒറ്റ സ്ട്രക്ച് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുമെന്നാണ് നോക്കാൻ പോകണം ഗീസ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഗീസ്. അപ്പോൾ എന്നാലും നമ്മൾ നേരെ പറഞ്ഞിറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ സ്കാനറിനകത്ത് ഇഷ്ടം പോലെ എനിമീസിനെ കാണിച്ചിട്ടുണ്ട്. എന്നാലും കൊള്ളാം. നമ്മളപ്പോൾ ഇറങ്ങിയ പാടെ ഡബിൾ വെക്ടർ എടുക്കുകയും ചെയ്ത് ഓടുകയും ചെയ്ത് നമ്മളെ പുറകിൽ നടിച്ച് കൊല്ലുകയും ചെയ്ത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ദാരുണമായിട്ട് ചത്തിട്ടുണ്ട് ഗീസ്. അപ്പോൾ എന്നാലും നിങ്ങൾ ആരും പോകരുത്. അപ്പോൾ എന്നാലും ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ഗീസ്. അപ്പോൾ നമ്മളോട് കുറേ പേര് കമൻറ്റ് ചോദിക്കുന്നുണ്ട് PC ആണോ മൊബൈലാണോ അപ്പോൾ എന്നാലും മൊബൈലാണ് ഗീസ്. അപ്പോൾ ഈ സെറ്റിങ്സ് എടുത്ത് മനസ്സിലായി കാണും. അപ്പോൾ എന്നാലും ഷോർട്സിനകത്ത് മറ്റേ രീതി ഉള്ളതുകൊണ്ടായിരിക്കും അവർ ചോദിക്കണം. എനിക്ക് അറിഞ്ഞുകൂടാ ഗീസ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല ഗീസ്. അപ്പോൾ എന്നാലും ഏത് പോകണമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഗീസ്. അപ്പോൾ പോക്കോ F7 ആണ് ഗീസ്. അപ്പോൾ എന്നാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതെല്ലാം കൊടുത്തിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനൊക്കെ ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഡൗട്ടൊന്നും വരത്തില്ല ഗീസ്. അപ്പോൾ എന്നാലും ഞാൻ ഇത്ര പറയുന്നുള്ളതിനെക്കുറിച്ച് ഗീസ്. അപ്പോൾ എന്നാലും നിങ്ങൾ ഹൈപ്പ് ബട്ടനൊക്കെ അടിച്ചങ്ങ് പൊട്ടിച്ചേക്കാം. അപ്പോൾ എന്നാലും നമ്മൾ ഡെയിലി വീഡിയോ ഇടാനായിട്ട് ഒരു ഉന്മേഷമൊക്കെ കിട്ടണമാണ് ഗീസ്. നിങ്ങളപ്പോൾ ഹൈപ്പ് ബട്ടനൊക്കെ കൊടുത്ത് വിട്ട് ഞാൻ കുറേ പേർക്ക് റെക്കമെൻഡ് ആകുമ്പോൾ നമുക്ക് പിന്നെ വീഡിയോയുടെ ഒരു ഉന്മേഷമൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എന്നാലും മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് പവറാക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ വരാത്ത എല്ലാവരെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഓളാക്കി വെച്ചേക്കാം. അപ്പോൾ എന്നാലും ഇനി ഇടുമ്പം ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ തന്നെ നമ്മൾ മാക്സിമം ലോങ് വീഡിയോസ് ഇടാൻ നോക്കുന്നതാണ്. എന്നാലും ഇനി ഗെയിം പ്ലേയിലേക്ക് വരാം ഗീസ്. അപ്പോൾ 2 കില്ല് നമുക്ക് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട്. നിങ്ങളപ്പോൾ കണ്ട് കാണുമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മളൊരുത്തൻ ലോങ്ങിൽ നിന്ന് അടിച്ച് ഗീസ്. അപ്പോൾ എന്നാലും അവനെ ഷോട്ടിൽ പോയിട്ട് നമ്മളങ്ങനെ നെക്കി അങ്ങ് പിടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും 3 കില്ല് നമ്മളങ്ങനെ കൺഫേം ആക്കി വെച്ചിട്ടുണ്ട് ഗീസ്. അപ്പോൾ എന്നാളും എന്നുള്ളത് ഞാൻ മാറ്റാൻ ശ്രമിക്കാം ഗീസ്. അപ്പോൾ എന്നാലും നമുക്ക് പതുക്കെ സെറ്റാക്കാത്. ഞാനപ്പോൾ അത് ശീലിച്ചു പോയി. അത് കഴിഞ്ഞ് ഇവിടെ ആർസണലിൽ വന്നിട്ട് നേരെ ലൂട്ടൊക്കെ പെറുക്കാമെന്ന് പറഞ്ഞിരിക്കും. നമ്മൾ നേരെ ആർസണലിൽ വന്ന് നേരെ ടോക്കണൊക്കെ കൊടുത്ത് നേരെ തുറന്നങ്ങ് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിത് അകത്ത് കയറിയപ്പോഴത്തേനും MP40 കിടക്കണം. അപ്പോൾ MP40 എടുക്കാമെന്ന് വെച്ചാൽ MP40 നമ്മൾ എടുത്തിട്ട് നേരെ ഇവിടെ വന്നപ്പോൾ വേറൊരുത്തിനൊക്കെ വരുന്ന കേസ് നെക്കി അങ്ങ് പിടിച്ച് നോക്കാം. കാരണം 2 പേര് നോക്കാം കേസ്. അതിലുള്ള ലാഭമായിട്ടുണ്ട്. അത് കഴിഞ്ഞ് മറ്റവനെയും കൂടി അങ്ങനെയൊക്കെയോ നെക്കി അങ്ങ് പിടിച്ച് നോക്കിയിട്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ കില്ലെല്ലാം ഫിനിഷാക്കാമെന്ന് പറഞ്ഞിരിക്കും. അപ്പം 4 കില്ലായി. അത് കഴിഞ്ഞ് 6 കില്ല് ഇപ്പം തന്നെ ആയിട്ടുണ്ട് ഗീസ്. അപ്പോൾ എന്നുള്ളത് ലാഭമായിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് തന്നെ മാക്സിമം കില്ല് നമുക്ക് വരാൻ നോക്കാം ഗീസ്. അപ്പം തന്നെ വേറൊരുത്തും ചാടി വിടുന്നു. അവനെയും കൂടി അങ്ങ് നെക്കി പിടിച്ച് നോക്കിയിട്ടുണ്ട്. നേരെ ഫിനിഷാക്കി അങ്ങ് വിട്ടിട്ടുണ്ട് ഗീസ്. അപ്പോൾ എന്നാൽ 7 കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഇത് ലാഭ പരിപാടിയാണ് ഗീസ് ഇവിടെ നിൽക്കണം. അല്ല ആൾക്കാരൊക്കെ പറന്നിറങ്ങുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണേ. അത് കഴിഞ്ഞ് നമ്മൾ നോക്കാനും ഗീസ് ദേ ഫ്രണ്ടിലായിട്ട് എനിമി ഉണ്ട് ഗീസ്. നമ്മുടെ ടീമേറ്റ് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നോക്കാനും പറന്നൊക്കെ ഇറങ്ങുന്നു കള്ളന്മാർ. ഞാൻ ഒരുത്തനെ നെക്കി പിടിച്ച് നോക്കിയിട്ട് അത് കഴിഞ്ഞ് മറ്റവനെയും കൂടി നെക്കി പിടിക്കാന്ന് പറഞ്ഞപ്പോഴത്തേനും അവനെ കാണുന്നില്ല ഗീസ്. അവസാനം അവനാണെങ്കിൽ വണ്ടി എടുത്ത് പോകാൻ നോക്കണം. നമ്മളെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് അവനാണ് ചാടി ഇറങ്ങി. അവൻ്റെ തെറ്റായി പോയി ഗീസ്. നമ്മൾ നേരെ നെക്കി പിടിച്ച് അവനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ്ട് ഇട്ട നോക്കായിരുന്നു ഗീസ്. അത് നമുക്ക് കുമ്മം കിട്ടി. തേർഡ് പാർട്ടിയൊക്കെ വരുന്നുണ്ട്. എന്നാലും നമുക്ക് 9 കില്ല് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിട്ടപ്പോൾ ഫുള്ള് നമ്മുടെ പെട്ടിയാണ് ഗീസ്. കൊള്ളാം. അതെന്തായാലും ലാഭ പരിപാടി. ഒരു തമ്മിലുള്ള വകുപ്പുണ്ട് ഗീസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറച്ച് ലൂട്ടൊക്കെ പെറുക്കി എടുത്തിട്ട് ഇനി ഇവിടുന്ന് ഇങ്ങനെ പതുക്കെ ഇരുന്നിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു നിൽക്കും. അപ്പോൾ എന്നാലും നമ്മുടെ ടീമേറ്റിനോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീമേറ്റൊക്കെ ഓടിച്ചാടി വരുന്നുണ്ട്. വോയിസ് കൊടുക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കി ഒന്ന് ക്ഷമിച്ചതാ. നമ്മളിപ്പോൾ ഒരു 5-6 വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും പിന്നെ പവർ ആവുന്നതാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ ഒരുത്തം വന്നങ്ങ് കൊന്നിട്ടുണ്ട് ഗീസ്. അപ്പോൾ എന്നാലും നമ്മൾ കുത്തിച്ചെത്തിട്ട് നേരെ ടീമേറ്റ് പൊക്കി വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിത് വീണ്ടും അവിടെ തന്നെ അങ്ങ് പറഞ്ഞിറങ്ങാന്ന് വെച്ചു. അങ്ങനെ നമ്മളിത് പറഞ്ഞിറങ്ങിയപ്പോഴത്തേനും ഇത് അവിടെ മുട്ടം ഫൈറ്റ് ഗീസ്. അപ്പോൾ നോക്കൊക്കെ എടുക്കണം. ഞാനാണ് ചാടി ഓടിച്ചു നേരെ 2 നോക്കും അങ്ങ് ഫിനിഷാക്കാൻ നോക്കി. ഒരെണ്ണം നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗീസ്. മറ്റേതും കൂടി നമ്മൾ ഫിനിഷാക്കിയിട്ട് നേരെ 11 കില്ല്. അതിപ്പോൾ ലാഭമായിട്ടുണ്ട്. എന്നുള്ള ആരുടെ കില്ലായിരുന്നു ഗീസ്. പാവമുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ചാടി താഴെ തന്നപ്പോൾ ഒരുത്തൻ. അപ്പോൾ അവനെയും കൂടി ചാടിച്ച് നെക്കി അങ്ങ് പിടിച്ച് കൊല്ലാൻ നോക്കി നടന്നില്ല. അവനാണ് കവർ എടുത്ത് പ്രോപ്പർ കവർ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പറ ബാക്കിലായിട്ട് എടുത്തിട്ടുണ്ട്. അവനെ കൂടി കൊല്ലാന്ന് പറഞ്ഞ് ചാടി ചെന്ന് നേരെ അവനെ അങ്ങ് നെക്കി പിടിച്ച് എങ്ങനെയൊക്കെയോ നമ്മൾ നോക്കിയിട്ടുണ്ട് ഗീസ്. അപ്പോൾ എന്നാൽ 12 കില്ല് അപ്പോൾ നമുക്ക് കൺഫേം ആയി. എന്നാലും മാക്ടണ് നമ്മൾ അവസാനം ചിപ്പ് അടിക്കണോ വേണ്ടോ എന്നൊക്കെ വിചാരിച്ച് നേരെ 14 ഉണ്ടായിരുന്നു. നമ്മൾ നേരെ ഒരുത്തന്നെ നെക്കി പിടിച്ച് നോക്ക് ഫിനിഷാക്കാൻ നോക്കിയപ്പോൾ ആ കില്ല് കിട്ടിയില്ല ഗീസ്. അതെന്താണ് കുഴപ്പമില്ല. എന്നാലും നമുക്ക് 12 കില്ലുണ്ട്. അപ്പോൾ എന്നാലും നമ്മുടെ ടുണ്ടുങ് പറയാനുണ്ട് അതിനകത്ത് എനിമിയുണ്ട് ആർസനലിനകത്ത്. അവനെ കൊന്നിട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ എന്നാലും എന്നോട് പറഞ്ഞ് ഓടിയോ നമുക്ക് അവിടെ പോയി അടിക്കാമെന്നും പറഞ്ഞു. ഞാനാണ് നൈസായിട്ട് 2 ലൂട്ടൊക്കെ പെറുക്കാന്ന് പറഞ്ഞപ്പോൾ അടുത്തവൻ പറഞ്ഞു ഇവനൊന്നും വേറെ പണിയില്ല ഗീസ്. ഞാൻ നോക്കാൻ അവനെയും കൂടി നെക്കി പിടിച്ച് നോക്കാമെന്ന് നമ്മുടെ ടീമേറ്റ് എടുത്ത് ഗീസ്. കുഴപ്പമില്ല. എന്തായാലും നമ്മൾ 12 കില്ല് ഇപ്പോഴേ ഉണ്ട്. അപ്പോൾ വേറെ ഒന്നും വേണമെന്നൊക്കെ പറഞ്ഞു നിൽക്കും. നമ്മൾ വന്നപ്പോൾ ടീമേറ്റ് ഇവിടെ നിൽക്കണം. ഞാനാണ് തലയെ ചവിട്ടി മണ്ടയിലോട്ട് കയറിയിട്ട് നേരെ ആ ടീമിനെ അങ്ങ് വൈപ്പാക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാൽ 13 കില്ല് കംപ്ലീറ്റ് ആയി ഇവിടുന്ന് തന്നെ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇനി വേണമെന്ന് കമൻറ്റ് ഇടാനും ചാനലൊന്ന് സബ് ചെയ്യാനും പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാനപ്പം എല്ലാ കമൻറ്റും ഒന്ന് റിപ്ലൈ തരാൻ നോക്കുന്നുണ്ട് മാക്സിമം. അപ്പോൾ എന്നാൽ റിപ്ലൈ തരാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ഗീസ് ഞാനാണെങ്കിൽ കുറേ റിസർച്ച് ചെയ്ത് നോക്കി ഗീസ്. യൂട്യൂബിൻ്റെ ഒരു ബഗ്ഗുണ്ട്. നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് മെസ്സേജ് അയക്കാൻ നേരം അതിനകത്ത് ഈ മെസ്സേജ് സെൻഡ് ആവുന്നതിന് മുമ്പ് എററെന്ന് പറഞ്ഞ് കാണിക്കും. അപ്പം മെസ്സേജ് ഞാൻ കുറേ അയക്കാൻ നോക്കും. പക്ഷേ എററെന്ന് കാണിച്ചിട്ട് മെസ്സേജ് പോകുന്നില്ല. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫിക്സ് ചെയ്യാറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ ഗീസ് എന്നാലും ഞാൻ നോക്കാം. ഇനി വീഡിയോയിലേക്ക് വരാം ഗീസ്. അപ്പം
നമ്മൾ 13 കില്ല് ഇപ്പോൾ ആയിട്ടുണ്ട്. നോക്കാൻ ഒരു വിധം വണ്ടിയൊക്കെ ആയിട്ട് പറന്നു തന്നെ. നമ്മൾ നേരെ ഗ്ലൂ ഇട്ടിട്ട് നേരെ അവൻ്റെ സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ അവൻ ഇടിച്ച് നമ്മളെ തെറിപ്പിക്കേണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സിന് നമ്മൾ ചത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി നെക്കി അങ്ങ് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതേ പുറകെ ഓടിയിട്ട് അവനെ കൊല്ലാമെന്ന് പറഞ്ഞു ചാടിച്ചെന്ന് കുറച്ച് ഡാമേജ് കൊടുത്ത് അത് കഴിഞ്ഞ് ടുങ്ടുങ് ചെയ്തൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നെക്കി അങ്ങ് പിടിച്ച് അവനെയും കൂടി അങ്ങനെ നോക്കിയിട്ട് അപ്പം എന്നാൽ 14 കില്ല് നമ്മളങ്ങനെ സോൺ ഔട്ടിൽ തന്നെ അത് കൺഫേം ആക്കിയിട്ടുണ്ട്. ഒറ്റ ഒരു സ്ഥലത്ത് നിന്നാണ് ഇത്രയും കില്ലെടുത്തെന്ന് ഓർക്കണം ഗീസ്. അപ്പോൾ എന്തോ 3 കില്ലെന്തോ വേറെ സ്ഥലത്ത് നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ബാക്കി ഗില്ല് മൊത്തം നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്നാലും ഇതുപോലെ നിങ്ങൾ ഇവിടെ ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗീസ് ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ പോകാമെന്ന് പറഞ്ഞു. അപ്പം വണ്ടിയൊക്കെ എടുത്ത് നൈസായിട്ട് നമ്മൾ ഇവിടെ നിന്നിട്ട് ലൂട്ടൊക്കെ കുറച്ച് ഇറക്കി എടുത്തിട്ട് നേരെ വണ്ടി കയറി ഇനി സോണിൽ ചെന്നിട്ടുള്ള അടിമതി എന്ന് പറഞ്ഞു നിൽക്കുക. നമ്മളാണെങ്കിൽ നമ്മുടെ ടീമേറ്റിനെയൊക്കെ വിളിച്ചു വരുന്നുണ്ട്. അപ്പോൾ വണ്ടി കിട്ടിയെന്ന് തോന്നുന്നു. നമ്മൾ നേരെ ബൂസ്റ്റ് ഇട്ട് നേരെ സോണിലോട്ട് പോകാമെന്ന് പറഞ്ഞു നിൽക്കുക. അപ്പോൾ 14 കില്ലായി മാക്സിമം ഈക്കളി ബൂയി അടിക്കാൻ നോക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ നമ്മളിത് നൈസായിട്ട് സോണിൽ കയറിക്കൊണ്ടിരുന്നപ്പോഴത്തേന് വെസ്റ്റ് വീണ്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാലും വെസ്റ്റ് എടുത്തിട്ട് ഇനി പോകാമെന്ന് പറഞ്ഞു നിൽക്കുക. അപ്പോൾ വെസ്റ്റാണ് ഗീസ് മെയിനായിട്ട് നമുക്ക് ഫ്രീ ഫയർ ആവശ്യം ഗീസ്. അപ്പോൾ വെസ്റ്റ് ഇല്ലാണ്ട് ഒരു എനിമിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവന്മാർ അടിച്ചുണ്ടാക്കി തരും. നമ്മൾ നൈസായിട്ട് ടീമേനെല്ലാം വിളിച്ചെടുത്തിട്ട് നൈസായിട്ട് ഇവിടുന്ന് വെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. നമ്മൾ നേരെ അടിച്ചെല്ലാം പൊട്ടിച്ചിട്ട് നേരെ നമ്മൾ ഫിനിഷാക്കുവാണ് ഗീസ്. അപ്പം ഫിനിഷല്ല കേട്ടോ, നമ്മളിത് പൊട്ടിച്ചിട്ട് നേരെ ഇത് ഡ്രോപ്പ് ഫിനിഷ് ആക്കിയിട്ട് നമ്മളിത് വെസ്റ്റ് എടുക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ അവസാനം ഇങ്ങനെ കുറേ നേരം നിന്ന് അടിച്ച് പൊട്ടിച്ചിട്ട് അവസാനം വെസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വെസ്റ്റൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് അപ്പുറത്തായി ഇനി 15 അലൈവും ഉണ്ട്, 14 കില്ലും ഉണ്ട്. നമ്മൾ അത് കഴിഞ്ഞ് താഴത്തേക്ക് ഇനി പോകാമെന്ന് പറഞ്ഞു. താഴത്തേക്ക് വന്നപ്പോഴത്തേനും അവിടെ അടി നടക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ടീമേറ്റൊക്കെ പറയണ കേസ്. അപ്പോൾ എന്നാലും ഞാൻ കണ്ടൊന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു ഊഹാബോധത്തിനൊക്കെ പറഞ്ഞാണെന്ന് തോന്നുന്നു കേസ്. അത് കഴിഞ്ഞ് നമ്മളിത് ഈ ആർസണലിൽ വന്നിട്ട് നേരെ നൈസായിട്ട് വല്ലോ കൊണ്ടോന്നൊക്കെ നോക്കി എനിമി. അപ്പം നോക്കാൻ എനിമിയൊന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി ഇട്ട് കറങ്ങി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും മുമ്പിലായിട്ട് ഇത് എനിമീസ് നിൽക്കുന്ന കേസ്. അപ്പോൾ എന്നാൾ നോക്കാൻ നമ്മുടെ ടീമേറ്റ് ചാടി ഇറങ്ങി അടിക്കാൻ വേണ്ടി. അവസാനം നമ്മളും ചാടി ഇറങ്ങിയിട്ട് നേരെ കുമ്മം കിട്ടുമെന്ന് നോക്കി നടന്നില്ല കേസ്. അവസാനം നമ്മളെ ടുങ് ദേ അങ്ങോട്ട് ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അവസാനം നമ്മളാണെങ്കിൽ നേരെ ഡ്രോപ്പൊക്കെ അടിച്ച് പൊട്ടിക്കാൻ നോക്കി നടന്നില്ല. അവസാനം നമ്മൾ ബൂസ്റ്റ് ഇട്ട് ചാടി ചെന്നിട്ട് നേരെ കുമ്മാൻ പറ്റും നോക്കുക. മാക്സിമം എങ്ങനെയൊക്കെ കില്ല് കുമ്മാൻ പറ്റും നോക്കാം ടീമേറ്റിൻ്റെ. അത് കഴിഞ്ഞ് കുമ്മാൻ കിട്ടിയില്ല കേസ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല, നമ്മൾ വണ്ടി എടുത്ത് വിടലങ്ങ് വിടാമെന്ന് പറഞ്ഞു. അപ്പം ടീമേറ്റ് പറഞ്ഞ് പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും നമ്മൾ പിന്നെ വിളിച്ചു വരുത്തനെ ശരിയല്ലല്ലോ. നമ്മൾ നേരെ വണ്ടി എടുത്തിട്ട് നേരെ ഒരൊറ്റ പോക്കങ്ങ് പോയിട്ടുണ്ട്. അപ്പം ബൂസ്റ്റ് ഇട്ട് മണ്ടയിലോട്ട് ചെന്നിട്ട് 1 കില്ലെങ്കിൽ 1 കില്ല് കുമ്മണം കേസ്. അപ്പോൾ കുമ്മിയിലൊരു സമാനം കിടത്തില്ല. ചാടി ചെന്നിട്ട് നേരെ ഒറ്റയടിക്ക് ആ ടീം അങ്ങ് വൈപ്പായി കേസ്. അപ്പോൾ എന്നാലും ഇത് നമ്മുടെ വിജയം കേസ്. അപ്പോൾ ഒന്നും പറയാനില്ല. അപ്പോൾ ഈ വിജയമൊക്കെ കണ്ടാലേ കേസ് ചാനൽ തപ്പിയാൻ ഷോർട്സ് അല്ല ഫുൾ വീഡിയോ ലൈക്ക് അടിക്കാനും മറക്കല്ലേ. അപ്പോൾ എന്നാലും നമ്മൾ ഒരു 1000 ലൈക്കാണ് കേസ് ടാർഗറ്റ്. അത് കഴിഞ്ഞ് നമ്മൾ ടുങ്ടുങ്ങിനെ വണ്ടി കയറ്റിട്ട് നേരെ വണ്ടി ബൂസ്റ്റൊക്കെ എടുത്ത് ചെന്നപ്പോഴത്തേനും 7 ലൈവ് ആയിട്ടുണ്ട്. അപ്പോൾ എന്നാലും 1 കില്ലെങ്കിൽ 1 കില്ല് കൂടി കുമ്മാൻ പറ്റും നോക്കി കേസ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും ദൈവം എടുത്തണം അവനെയും കൂടി അങ്ങ് നെക്കി പിടിച്ച് കില്ലങ്ങ് എടുത്തിട്ടുണ്ട് കേസ്. അപ്പോൾ അത് കഴിഞ്ഞ് ഫിനിഷ് ആക്കി വിട്ടിട്ട് 1 കില്ല് കൂടി കിട്ടുവാണെങ്കിൽ 17 കില്ല് തേക്കാമെന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോൾ എന്നാലും നമ്മൾ 1 കില്ല് കൂടി എങ്ങനെയും മാക്സിമം പെറുക്കിയെടുക്കാൻ നോക്കാം കേസ്. അത് കഴിഞ്ഞ് വണ്ടിയൊക്കെ പൊട്ടിയായിരുന്നു. ഞാനാണെങ്കിൽ നോക്കാനും എനിമീസിനെ പിന്നെ കാണുന്നൊന്നുമില്ല. നോക്കാനും നമ്മുടെ ടീമേറ്റ് വന്ന് താഴത്തായിട്ട് എനിമി ഉണ്ടെന്ന് നോക്കാനും നമ്മളിതേ ഒരുത്ത് നിൽക്കണം. അപ്പം കുറച്ച് ഡാമേജ് അധികം കൊടുത്ത് അവനാണ് ഗ്ലൂ ഇട്ട്. അത് കഴിഞ്ഞ് നമ്മളിതേ ഒരു മോൺസ്റ്റർ ട്രക്ക് അങ്ങ് നിലത്തോട്ട് ഇട്ടിട്ട് ഇനി പോകാമെന്ന് പറഞ്ഞു. അപ്പം റഷ് ചെയ്ത് അടിക്കാമെന്ന് പറഞ്ഞാണ് നമ്മൾ പ്ലാൻ. അപ്പോൾ എന്നാലും നമ്മൾ ടീമേറ്റിനോട് പറയുന്നുണ്ട് ഞാൻ റഷ് ചെയ്യാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നാലും ടീമേറ്റ് പറഞ്ഞു അവിടെ എനിമീസ് ഉണ്ട് നോക്കിയും കണ്ടൊക്കെ പൊക്കോളാൻ പറഞ്ഞു. അത് നമ്മൾ ഇവിടെ നോക്കാറ് ഒരുത്തം നിൽക്കണം. അവനെ നേരെ നെക്കി പിടിച്ച് ഇവൻ എത്ര HP കേസ് കുറേ നമ്മൾ അടിച്ചിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ടീമേനെല്ലാം പൊക്കി വിട്ടിട്ട് നേരെ ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. നമ്മളാണ് ടീമേനെ പൊക്കിപ്പോഴത്തേനും ദൈവം ചാടി വിടുകയാണ്. അവനെ അങ്ങ് നെക്കി പിടിച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അവനല്ല കേസ് അവളാണ്. അങ്ങനെയൊക്കെയോ നമ്മൾ നെക്കി പിടിച്ച് നോക്കിടാൻ പറ്റും നോക്കി നടന്നില്ല, നോക്കിയിട്ടില്ലായിരുന്നു കേസ്. അത് കഴിഞ്ഞ് നമ്മൾ ചാടി ചെന്ന് നെക്കി പിടിച്ച് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ 17 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ഇനി കില്ലൊന്നും വേണ്ട കേസ്, നമ്മൾ എങ്ങനെയും ബൂയി അടിച്ചാൽ മതി. അപ്പോൾ ഞാനും എൻ്റെ ടീമേറ്റും ഇനി ഒറ്റ ഇതിനോട് ഉള്ളൂ. നമ്മളാണ് താഴത്തായിട്ട് അവനെ നിൽക്കണം. അപ്പോൾ ഞാനാണെങ്കിൽ മോൺസ്റ്റർ ട്രക്ക് എടുത്തിട്ട് നേരെ ഒറ്റ റഷ് ചെയ്ത് അവനെ അങ്ങ് അടിക്കാമെന്ന് പറഞ്ഞു. അത് നമുക്കിട്ട് അടിക്കണുണ്ട് എന്നാൾ. നമ്മളിതേ ബൂസ്റ്റ് ഇട്ട് നേരെ ചാടി ചെന്ന് കണ്ണും പൂട്ടി റഷ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ടീമേറ്റ് ആക്കിയില്ല അങ്ങ് എടുത്തിട്ടുണ്ട് കേസ്. അപ്പോൾ എന്നാലും നമ്മൾ കളി അങ്ങനെ ബൂയി അടിച്ചു 17 കില്ല്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട കേസ് ചാനൽ സബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് അടിക്കാനും പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഹീറോയ്ക്ക് ലോബി ആയിരുന്നു. അപ്പോൾ എന്നാലും കുറച്ച് ബസ്സും കിട്ടി. അടുത്തോടിക്കണമെങ്കിൽ സ്റ്റാറ്റ ബൈ ബൈ.